Hey guys, welcome to my YouTube channel. Could have, should have, would have. ഇത് മൂന്നും ഏകദേശം സിമിലർ ആണെന്ന് തോന്നുമെങ്കിലും ഇതിൻ്റെ യൂസേജസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക എന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഇഫ് ഐ ഹാഡ് നോ ദാറ്റ് യു വെർ സിക്ക് ഐ കുഡ് ഹാവ് കുക്ക്ഡ് സംതിങ് ഫോർ യു. നിനക്ക് സുഖമില്ല എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിനക്ക് ഞാൻ എന്തെങ്കിലും ഭക്ഷണം പാചകം ചെയ്ത് തരാമായിരുന്നു. If I had known that you were sick, I could have cooked something for you. തരാമായിരുന്നു, പോകാമായിരുന്നു, വരാമായിരുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നതിനെയാണ് ഇംഗ്ലീഷിൽ കുഡ് ഹാവ് എന്ന് ഉപയോഗിക്കുക. കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം. ഇന്നലെ രാത്രി നേരത്തെ കിടന്നിരുന്നെങ്കിൽ ഇന്ന് രാവിലെ നേരത്തെ എണീക്കാമായിരുന്നു. ഇതെങ്ങനെ പറയും? അപ്പോൾ കുഡ് ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. If you had slept early yesterday, you could have woken up early today morning. If you had slept early yesterday, ഇന്നലെ നേരത്തെ കിടന്നിരുന്നുവെങ്കിൽ you could have woken up early today morning. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, could have വെച്ച് സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ പാസ്റ്റിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ could have വെച്ചിട്ട് പറയുന്നത്, പ്രസന്റിലെ കാര്യമല്ല. നീ നേരത്തെ കിടന്നിരുന്നുവെങ്കിൽ നിനക്ക് രാവിലെ എണീക്കാമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മുൻപ് ചെയ്തു പോയ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ കുഡ് ഹാവ് വെച്ചിട്ട് നമ്മളൊരു പ്ലാൻ അല്ല ചെയ്യുന്നത്, അപ്പോൾ ചെയ്യാനിരിക്കുന്ന ഒരു സാധ്യതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇനി കുഡ് ഹാവിൻ്റെ നെഗേഷൻ നോക്കാം. കുഡ് നോട്ട് ഹാവ്, ഇടയിൽ ഒരു നോട്ട് ഇട്ടാൽ മതി. അപ്പോൾ കുഡ് നോട്ട് ഹാവിൻ്റെ ഷോർട്ടായിട്ട് കുഡിൻറ്റ് ഹാവ് എന്ന് പറയും. അപ്പോൾ ഇനി അത് വെച്ചിട്ടൊരു സെന്റൻസ് നോക്കാം. ഇഫ് വി ഹാഡ് ലെഫ്റ്റ് ഏർലി വി കുഡ്ന്റ് ഹാവ് മെറ്റ് ഹിം. നമ്മൾ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ അയാളെ കാണാൻ സാധിക്കില്ലായിരുന്നു. ഇഫ് വി ഹാഡ് ലെഫ്റ്റ് ഏർലി വി കുഡ്ന്റ് ഹാവ് മെറ്റ് ഹിം. അപ്പോൾ ഇവിടെ നടക്കില്ലായിരുന്നു അങ്ങനെ അർത്ഥം വരുന്ന വാക്കുകളാണ് നമ്മൾ കുഡ് നോട്ട് ഹാവ് വെച്ച് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക. ഇനി ഷുഡ് ഹാവ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ ചെയ്താൽ നല്ലതായിരുന്നു, ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ അത് നമ്മൾ അങ്ങനെ ചെയ്തില്ല, അപ്പം നമുക്ക് ചെറിയൊരു റിഗ്രറ്റ് അല്ലെങ്കിൽ പശ്ചാത്താപമുണ്ട്, അത് കാണിക്കാനാണ് ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നത്. ഐ ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് ഹിം ടു ദ ബർത്ത്ഡേ പാർട്ടി. ഞാൻ ആളെ ബർത്ത്ഡേ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടിയിരുന്നു, പക്ഷെ ചെയ്തില്ല. അപ്പോൾ ഞാനിപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ട്, ഞാൻ വിളിക്കാൻ മറന്നുപോയി. അങ്ങനത്തെ സെന്റൻസ് ആണ് ഷുഡ് ഹാവ്. വേറെ എക്സാമ്പിൾസ് നോക്കാം. ഐ ഷുഡ് ഹാവ് ഡൺ മൈ പോസ്റ്റ് ഗ്രാജുവേഷൻ. ഞാൻ ഡിഗ്രി വെച്ച് നിർത്തി PG ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഷുഡ് ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. ഐ ഷുഡ് ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് വെൻ ഐ ഹാഡ് എനഫ് ടൈം ഡ്യൂറിങ് ദ ലോക്ക്ഡൗൺ. ആ സമയത്ത് ഞാൻ ഇംഗ്ലീഷ് പഠിക്കേണ്ടിയിരുന്നു, അങ്ങനെ പറയില്ലേ? ഞാൻ ചെയ്തില്ല പക്ഷേ ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെ പശ്ചാത്താപം, റിഗ്രറ്റ് തോന്നുന്ന കാര്യങ്ങളാണ് ഷുഡ് ഹാവ് വെച്ച് പറയുക. ഐ ഷുഡ് ഹാവ് ഈറ്റൺ മോർ വെജിറ്റബിൾസ് ടു ഇംപ്രൂവ് മൈ ഹെൽത്ത്. ഞാൻ കുറച്ചുകൂടി പച്ചക്കറികൾ കഴിക്കേണ്ടിയിരുന്നു, ഞാൻ കഴിച്ചില്ല. ഐ ഷുഡ് ഹാവ് ഈറ്റൺ മോർ വെജിറ്റബിൾസ്. ഐ ഷുഡ് ഹാവ് സബ്സ്ക്രൈബ്ഡ് ടു ദിസ് ചാനൽ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യേണ്ടിയിരുന്നു, അതുകൊണ്ട് പുതിയ വീഡിയോസ് കാണാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഐ ഷുഡ് ഹാവ് സബ്സ്ക്രൈബ്, ഞാൻ ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടിയിരുന്നു എന്ന് നിങ്ങൾ മലയാളത്തിൽ പറയുന്നുവെങ്കിൽ അതിന് ഡയറക്റ്റ്ലി ഷുഡ് ഹാവ് വെച്ചിട്ട് ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് എങ്ങനെയായിരിക്കും? ഷുഡ് നോട്ട് ഹാവ് അല്ലെങ്കിൽ ഷുഡിൻറ്റ് ഹാവ് എന്ന് പറയാം. എന്തെങ്കിലും ചെയ്യാത്തതിലുള്ള പശ്ചാത്താപമല്ല, എന്തെങ്കിലും ചെയ്തതിനുള്ള പശ്ചാത്താപത്തിനാണ് നമ്മൾ ഷുഡിൻറ്റ് ഹാവ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഐ ഷുഡിൻറ്റ് ഹാവ് ഗോൺ ഔട്ട് ഡ്യൂറിങ് ദ ലോക്ക്ഡൗൺ. ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് പുറത്തു പോകാൻ പാടില്ലായിരുന്നു. ഐ ഷുഡിൻറ്റ് ഹാവ് ഗോൺ ഔട്ട് ഡ്യൂറിങ് ദ ലോക്ക്ഡൗൺ. ഇപ്പം എന്തായി? പോലീസായി, കേസായി. അപ്പോൾ അത് ചെയ്യേണ്ടിയിരുന്നില്ല, അങ്ങനെ പറയുന്നതാണ് ഷുഡൻറ്റ് ഹാവ് എന്ന് പറയാം. ഹി ഷുഡൻറ്റ് ഹാവ് ഷൗട്ടഡ് അറ്റ് ഹിസ് ഫാദർ. അവന് അവൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒച്ച വയ്ക്കാൻ പാടില്ലായിരുന്നു. ഹി ഷുഡൻറ്റ് ഹാവ് ഷൗട്ടഡ് അറ്റ് ഹിസ് ഫാദർ. അപ്പോൾ ഒച്ച വച്ചതിനുള്ള റിഗ്രറ്റ് ആണ് ഷുഡൻറ്റ് വെച്ച് പറയുന്നത്. ഐ ഷുഡൻറ്റ് ഹാവ് സ്പെൻഡ് ഓൾ മൈ മണി. ഞാൻ എൻ്റെ എല്ലാ ക്യാഷും എടുത്ത് ചിലവഴിക്കാൻ പാടില്ലായിരുന്നു. ഐ ഷുഡൻറ്റ് ഹാവ് സ്പെൻഡ് ഓൾ മൈ മണി. ഇനി വുഡ് ഹാവ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ എന്തെങ്കിലും ചെയ്തേനെ അങ്ങനെ പറയാനാണ് വുഡ് ഹാവ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് എക്സാമ്പിൾസ് കണ്ടാൽ കൂടുതൽ മനസ്സിലാവും. I would have arrived first if my bus was not late.
എൻ്റെ ബസ് ലേറ്റ് ആയിരുന്നില്ലെങ്കിൽ ഞാനിവിടെ ആദ്യം എത്തിയേനെ. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണ് അല്ലേ ഇവിടെ നേരത്തെ എത്താൻ. അങ്ങനെ ആഗ്രഹങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. ഷീ വുഡ് ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് ബട്ട് ഷീ ഹാഡ് എ സിവിയർ ഹെഡ് ആച്ച്. അവൾ പണി മുഴുവൻ തീർത്തേനെ, പക്ഷെ അവൾക്ക് എന്ത് പറ്റി? അവൾക്കൊരു വലിയ തലവേദന വന്നു. ഷീ വുഡ് ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് ബട്ട് ഷീ ഹാഡ് എ സിവിയർ ഹെഡ് ആച്ച്. ഇനി അതിൻ്റെ നെഗേഷൻ നോക്കാം. വുഡ് നോട്ട് ഹാവ് അല്ലെങ്കിൽ വുഡൻറ്റ് ഹാവ്. ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കൂടി നോക്കാം. ഐ വുഡൻറ്റ് ഹാവ് ലേൺഡ് ഇംഗ്ലീഷ് വിത്തൗട്ട് ദ ഇംഗ്ലീഷ് ക്ലാസ്സസ്. ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉണ്ടായിരുന്നില്ല എങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ലായിരുന്നു. ഐ വുഡൻറ്റ് ഹാവ് ലേൺഡ് ഇംഗ്ലീഷ് വിത്തൗട്ട് ദ ഇംഗ്ലീഷ് ക്ലാസ്സസ്. അപ്പോൾ വുഡും വുഡൻറ്റും എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്